ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നോമ്പ് ഒന്നിൻ്റെ വിശേഷങ്ങളും കേട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ എല്ലാവരുടെ വീഡിയോസും ഫുള്ളായി വാച്ച് ചെയ്യുന്നുണ്ട്. കമൻറ്റ് ചെറുതാണെങ്കിലും ഫുള്ളായി വാച്ച് ചെയ്തിട്ടാണ് കമൻ്റ് ഇടാറുള്ളത്. അപ്പം ജോലിയുടെ ഇടയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കമൻ്റ് ആയിരിക്കും എങ്കിലും അത് ഫുള്ളായിട്ട് ഞാൻ വാച്ച് ചെയ്യും. അതേപോലെ നിങ്ങളും എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. അപ്പം ഞാൻ വൈകിട്ട് ഒരു 3:30-4 മണി ആകാറായപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത്. പിന്നെ ജ്യൂസ് ഉണ്ടാക്കണം, പിന്നെ കാപ്പിക്ക് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടിയപ്പം പിന്നെ മോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് ഞാൻ മാവെല്ലാം കുഴച്ച് വെച്ച് കൊടുത്തു. അവൾ തന്നെ ഇടിയപ്പമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പം മക്കളെ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സഹായം ചെയ്യിപ്പിക്കുമ്പോഴേ അവർക്കും ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. നമ്മളെ മക്കൾ എല്ലാം പഠിച്ചു വരണ്ടേ. സ്കൂളിലെ പഠിത്തം മാത്രമല്ലല്ലോ പഠിക്കേണ്ടത്, വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്യണമല്ലോ. എൻ്റെ മോൾ ഒരുപാട് ജോലികളൊക്കെ എനിക്ക് ചെയ്തു തരാറുണ്ട്. ഇപ്പം പിന്നെ എക്സാം ആയതുകൊണ്ട് സമയം കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും അതിനിടയിൽ കൂടെ കുറേയൊക്കെ ജോലികൾ എൻ്റെ കൂടെ നിന്ന് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഇടിയപ്പമൊക്കെ വേവിച്ചു. അതിന് ശേഷം പിന്നെ ചിക്കനൊക്കെ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും പിന്നെ കുറച്ച് ഫ്രൈയും കുറച്ച് ജ്യൂസും ഒക്കെയാണ് തയ്യാറാക്കിയത്. അപ്പോൾ 1-2 ചെറിയ വീഡിയോസ് അല്ലാതെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെന്ന ഇഫ്താറിൻ്റെ വിശേഷങ്ങളും വിഭവങ്ങളൊന്നും എടുക്കണ്ടെന്ന് കരുതിയിട്ടും പിന്നെ വിചാരിച്ചെന്ന ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തേക്കാമെന്ന് കരുതിയിട്ടാണ് കുറച്ചെടുത്തത്. അപ്പം നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാനും മോനും എല്ലാം കൂടെ ചേർന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾ കൂടെ നിന്ന് ഏകദേശം ഒരുവിധമൊക്കെ സഹായിച്ച് തരും. അപ്പം ജ്യൂസും തണ്ണിമത്തനും ഈത്തപ്പഴവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിതാ ഈ ഒരു കഞ്ഞിയാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കഞ്ഞി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അപ്പം ഇത്തവണ കഞ്ഞി കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മോനാണ് വാങ്ങിയിട്ട് വരണത്. അപ്പം മോൻ കോളേജിൽ നിന്നൊക്കെ വരുമ്പോഴത്തേനും 6 മണിയൊക്കെ കഴിയും. അപ്പോഴേക്കും അവിടെ കഞ്ഞിയൊക്കെ തീരും. പള്ളിയിൽ നിന്ന് വാങ്ങിക്കണതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കഞ്ഞി. നമുക്ക് വേറെ ഒന്നും അന്നേരം വേണ്ട, ഈ ഒരു കഞ്ഞി മാത്രം കുടിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് ഒരു വിഷമമുണ്ട്. ഇത്തവണ ഇനി കഞ്ഞിയൊക്കെ കിട്ടാനും ഒരു പാടായിരിക്കും. എന്നാലും വേണ്ടിയില്ല, അൽഹംദുലില്ലാ കിട്ടുന്ന ദിവസം കുടിക്കുക. അൽഹംദുലില്ലാ ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോവും. അപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി. അപ്പം ആ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. നോമ്പ് തുറക്കാൻ കൂടെ വേറെ ആരുമില്ല, ഞാനും മോളും മാത്രമേ ഉള്ളായിരുന്നു. മോനും പള്ളിയിലും പോയി. പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്നിട്ട് ആണ് ജോലിയും കഴിഞ്ഞൊക്കെ വരുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ നോമ്പൊക്കെ തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും മോൻ്റെ കൂട്ടുകാരില്ല 2 പേര് വന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഒന്നുമില്ലെങ്കിലും അവരെങ്കിലും എത്തിയല്ലോ, പടച്ചവൻ സഹായിച്ച്. അപ്പോൾ അവർക്കും ഞാൻ ഫുഡൊക്കെ കൊടുത്തു. ഒരു അൽഹംദുലില്ലാ. അത് കഴിഞ്ഞപ്പോഴുള്ള അടുക്കളയിലെ അവസ്ഥയാണ് കേട്ടോ ഇത്. എന്നുവെച്ചാൽ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ പാത്രമൊന്നും കഴുകി വയ്ക്കാനൊന്നും പറ്റിയില്ല. നോമ്പ് തുറന്നപ്പോഴത്തേന് അതിൻ്റെ ക്ഷീണത്തിൽ പിന്നെ അങ്ങനെ പോയി കിടന്നു. അപ്പം ഞങ്ങൾ നമസ്കാരവും ഓതലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും ഇക്ക വന്നു. പക്ഷെ പിന്നെ ഇക്കായും തറാവിയും ഒക്കെ നമസ്കരിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ കാപ്പി കുടിക്കുന്നത്. അപ്പം നോമ്പ് തുറക്കുന്ന നേരം ആ ഒരു കഞ്ഞിയോ എന്തെങ്കിലും ചായക്കടിയോ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ അതേ കഴിക്കുകയുള്ളൂ. അല്ലാതെ ഇടിയപ്പമൊന്നും അന്നേരം കഴിച്ചില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. മോനും പിന്നെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് കഴിച്ചതുകൊണ്ട് അവൻ പിന്നെ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ നോമ്പായതുകൊണ്ട് മാത്രമാണ് ഇത്രയൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ അത്രയൊന്നും ഇല്ല. എന്തെങ്കിലും ഒരു ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചായക്കടിയോ എന്തെങ്കിലും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും തയ്യാറാക്കിയാലും ആർക്കെങ്കിലും പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് വീട്ടിൽ കയറി വന്നാൽ കൊടുക്കാൻ വേണ്ടി ഒരെണ്ണമെങ്കിലും വേണമല്ലോ. അത് കണക്കാക്കി ഞാൻ എന്തെങ്കിലും ചെയ്തൊക്കെ വയ്ക്കുകയുള്ളൂ. അപ്പോൾ ആ മക്കളും കൂടെ വന്നപ്പോഴേക്കും എനിക്ക് നല്ല സന്തോഷമായി. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് അത്താഴത്തിനൊക്കെ ചോറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറിൻ്റെ കൂടെ ചിക്കൻ കറി മതിയെന്ന് പറഞ്ഞ് പിന്നെ വേറെ കറിയൊന്നും വെക്കാൻ പോയില്ല. അങ്ങനെ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങൾ. ഇപ്പോൾ പാത്രം കഴുകലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.